വീഡിയോയുടെ ആദ്യത്തെ ദൃശ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എങ്ങോട്ടാണ് യാത്ര പോകുന്നത്. നമ്മുടെ ദുബായിലെ പാം ജുമേറയിലേക്കാണ് യാത്ര പോകുന്നത്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പാം ജുമേറയിലാണ്. പാം ജുമേറയിൽ എത്തിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമാണ് കാണുന്നത്. ഇവിടെ പാർക്കിങ്ങിന് ഏകദേശം അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. 1 മണിക്കൂറിന് 20 ദിർഹംസ് ആണ്. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് പോയിട്ട് 20 ദിർഹംസിനൊക്കെ പാർക്ക് ചെയ്യുന്നത് കേട്ടോ. പാർക്കിംഗ് സംഭവങ്ങളൊക്കെ എത്തുന്നുണ്ടോ, 20 ദിർഹംസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കവിടെ പാർക്കിങ്ങിന്റെ കാര്യങ്ങൾ പേ ചെയ്യാനുള്ള മെഷീൻ ഓടിയുണ്ട് നമ്മുടെ എയർപോർട്ടിലേക്ക് പോലെ. അങ്ങനെ വളരെ മനോഹരമായ നല്ല പാം ജുമേറയിലെ പാർക്കിങ്ങിന്റെ ഏരിയ ആണ്. പാം ജുമേറയുടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ചരിത്രം അറിയാൻ സാധിക്കാൻ നോക്കാം. കാരണം പാം ജുമേറയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2001 തുടങ്ങിയ പദ്ധതിയായിരുന്നു ഇത്. നക്കീൽ എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ് അത് ആദ്യം ഏറ്റെടുത്ത് നടപ്പാക്കാൻ വേണ്ടി മുന്നിട്ട് വന്നത്. 2006 ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് 500 ഫാമിലികൾക്ക് അപ്പോൾ തന്നെ അവരത് കൈമാറി. അതിനുശേഷം അത് ദുബായ് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 3.1 മൈൽസിൽ, അതായത് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് മൊത്തം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വൈകുന്നേരം വന്ന എല്ലാവർക്കും സമയങ്ങൾ ചിലവഴിക്കാനും അതേപോലെ ഈ മുന്നിൽ കാണുന്ന അറ്റ്ലാന്റിസ് എന്ന ഹോട്ടലിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാനും ഈവൻ പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയി താമസിക്കാനൊക്കെ മോണോറെയിൽ വരെ ഏർപ്പെടുത്തിയിട്ടാണ് ഈ പദ്ധതി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അകലെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പുതിയതായിട്ട് പുതിയ ബിൽഡിങ്ങിന് പണിയൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നിർത്തുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ടൂറിസ്റ്റുകളുടെ പ്ലേസ് ആയതുകൊണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെൻസീവും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഫെറിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിന് പോവാം. ഈ അക്കരയിൽ നിന്ന് അക്കരെ വരെ ബോട്ടിനൊക്കെ പോവാം. അതേപോലെ നമ്മുടെ മോണോറെയിലിനാകെ 20 ദിർഹംസൊക്കെ ഉള്ളൂ. ഈ ഒറ്റ വഴിക്ക് മാത്രമേ അത് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. വേറെ വഴിക്കൊന്നും മോണോറെയിൽ ഇല്ലാത്തതുകൊണ്ടും നമുക്കത് പിന്നീട് ആ കാർഡിന് ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ നടക്കുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മോണോറെയിലിൻ്റെ ട്രാക്കാണ്. ഈ മോണോറെയിലിൻ്റെ ഇപ്പോഴത്തെ ഈ സ്റ്റേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ഒരുപാട് നമ്മൾ ടൂറിസ്റ്റുകൾക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന കരകൗശല കാര്യങ്ങളും അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഓഫീസ് ഇതിനടുത്ത് തന്നെയാണ് അതാ പോയിന്റ് എന്ന് പറഞ്ഞ ഓഫീസ്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം മടങ്ങുകയാണ്. സൂര്യനൊക്കെ ഏകദേശം അസ്തമിച്ചു. പിന്നെ ഇവിടെ പാർക്കിങ്ങിന് സമയമൊക്കെ കഴിഞ്ഞു. ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് ഇവിടുത്തെ പരിപാടികൾ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പോകാൻ നിർവാഹമില്ലല്ലോ. നമ്മളങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നേരത്തെ വീട്ടിൽ വേണ്ടി പോകാം. ട്രെയിൻ പോകുന്നുണ്ട്, മോണോറെയിൽ. ദുബായില് മെട്രോ ഉണ്ട്, പിന്നെ മോണോറെയിലുണ്ട്, ട്രാം ഉണ്ട്. ഇതിൽ മോണോറെയിലും ട്രാമിൽ ഞാൻ കയറിയിട്ടുണ്ട്. മോണോറെയിൽ മാത്രമേ കയറാത്തുള്ളൂ. കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ശരിക്കും നമ്മുടെ സൂക്കൽ മർഫ പോയ ഒരു പ്രതീതി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കിളികളുടെ ശബ്ദമൊക്കെ വളരെ മനോഹരമായിട്ട് കേൾക്കാം. ഇത് പെയ്ഡ് പാർക്കിംഗ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരാത്തതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വണ്ടി പാർക്കിംഗ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ 20 ദിർഹംസിൻ്റെ ടിക്കറ്റ് എടുക്കുക, മോണോറെയിൽ ആസ്വദിക്കുക, ഇവിടെ വരിക. അപ്പോൾ അതിൽ വന്നാലായിട്ടേ പറ്റുള്ളൂ. ഷാർജയിലുള്ളവർക്കും പറ്റും. പക്ഷെ ഒരു ദിവസം കഴിയുമ്പോൾ മാറ്റിക്കണം. ഇവിടെ വന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് സംഭവം കണ്ടത്. നമ്മുടെ
പൂളക്കായ ഉണ്ടോ? പൂളക്കായ കഞ്ഞിക്കടക്കയ്ക്ക് വേണ്ടി പണ്ട് നമ്മുടെ വീടിന്റെ പറമ്പിലൊക്കെ വന്നിരുന്ന പൂളക്കായ, കഞ്ഞിക്കായ എന്ന പേരിൽ അറിയപ്പെടും. ഇത് ഇവിടെ തന്നെ നട്ടു വളർത്തിക്കട്ടെ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ ഈ സംഭവം തന്നെയാ. ദുബായ് എന്ന് കാണിച്ചു തരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് നാളെ ഇങ്ങനത്തെ ഒരു മരം കണ്ടിട്ട്. ഫൗണ്ടനും കാര്യങ്ങളൊക്കെ അടിപൊളി. ഇവിടെ വാലറ്റ് പാർക്കിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ പെയ്ഡ് പാർക്കിംഗ് ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്ഥലത്തിന്റെ പേരാണ് ദി പോയിന്റ് അറ്റ് പാം അൽ ജുമൈറ. അങ്ങനെ ദി പാം എന്ന് പറയപ്പെടുന്ന പാം ജുമൈറയിലെ കാഴ്ചകളൊക്കെ എല്ലാം കാണാൻ സാധിച്ചില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ മടങ്ങുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഞാൻ അറിയിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് മടങ്ങാനുണ്ടായ കാരണം. ഏകദേശം 1 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. ആ 1 മണിക്കൂർ ഞങ്ങളവിടെ ചെലവഴിച്ചു. പിന്നെ ഉള്ള യാത്രയാണ് വളരെ കഠിനമായി തീർന്നത്. ഞങ്ങൾ 6:45 ജബലിൽ, അതായത് ജുമൈറയിൽ തിരിച്ചായിരുന്നു. പക്ഷെ ഷാർജയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 9 മണിയായി തീർന്നു. 45 മിനിറ്റ്സിൻ്റെ വഴി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും വൈകുന്നേരത്തെ ഈ ഒന്നൊന്നര ട്രാഫിക് മൂലം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി. ഞാൻ മാത്രമല്ല, എല്ലാ ഡ്രൈവേഴ്സും. അങ്ങനെ ഏകദേശം 2-2.5 മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ ഷാർജയിൽ എത്തിച്ചേർന്നതെന്ന് പറയാം. അതിനിടയിലുള്ള രസകരമായ യാത്രകൾ.